വിപണിയിൽ എപ്പോഴും ട്രേഡ് ചെയ്യുന്നതല്ല, മറിച്ച് കൃത്യമായ അവസരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ലേ? ആ കൗതുകം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. നമ്മൾ ഈ സ്രോതസ്സിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുമൊരു സാമ്പത്തിക ശാസ്ത്രമോ അല്ലെങ്കിൽ അക്കങ്ങളുടെ കളിയോ അല്ല എന്നതാണ്. പിന്നെന്താണ്? ഇതൊരു മനഃശാസ്ത്രമാണോ? അതെ, തികച്ചും. ഇതിൽ ആഴത്തിലുള്ളൊരു മനഃശാസ്ത്രമുണ്ട്. നോക്കൂ, നമ്മുടെയൊക്കെ തലച്ചോറ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന എങ്ങനെയാ? നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ അല്ലെങ്കിൽ എപ്പോഴും പണിയെടുത്താൽ മാത്രമേ ഫലം കിട്ടൂ എന്ന രീതിയിലല്ലേ? ശരിയാണ്, നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വളർന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ പണമുണ്ടാക്കാം എന്നാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ നേർവിപരീതമായ കാര്യമാണ്. അതായത് ഒന്നും ചെയ്യാതിരിക്കുക. കറക്റ്റ്. വിപണിയിൽ പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാൽ അതുതന്നെയാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴിയും. അതൊരു വളരെ രസകരമായ കാഴ്ചപ്പാടാണ്. പക്ഷെ പലർക്കും ഈ ക്ഷമയില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിതിന്റെ ആദ്യത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. അതായത് വിപണിയും മനുഷ്യന്റെ ഈഗോയും. ഈ സ്രോതസ്സിൽ വളരെ കടുത്തൊരു സത്യം പറയുന്നുണ്ട്. അതായത് മാർക്കറ്റിന് നിങ്ങളുടെ അഭിപ്രായങ്ങളോടോ നിങ്ങളുടെ സാന്നിധ്യത്തോടോ യാതൊരു താൽപ്പര്യവുമില്ലാന്ന്. വിപണി ഒരിക്കലും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചല്ല ചലിക്കുന്നത്. തീർച്ചയായും അല്ലേ? നിങ്ങളുടെ വീടിന്റെ EMI അടയ്ക്കാനുള്ള തീയതി അടുത്തുവരുന്നു എന്ന് വിചാരിച്ച് വിപണി നിങ്ങൾക്ക് ലാഭം തരില്ല. അതെ, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും മിക്ക ആളുകൾക്കും ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത്? അതിന് പ്രധാന കാരണം മനുഷ്യന്റെ ഈഗോ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര മിടുക്കരാണെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ലോകം ചലിക്കണമെന്നുമാണ്. ഇതിനൊരു മികച്ച ഉദാഹരണം ആ ട്രാൻസ്ക്രിപ്റ്റിലെ തന്നെയുണ്ട്. എന്താണത്? മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ തുറന്നിട്ട് സ്വയം ചോദിക്കുന്നത് ഇന്ന് ഞാൻ എന്ത് ട്രേഡ് ചെയ്യണം എന്നാണ്. ആ ചോദ്യം തന്നെ തെറ്റാണല്ലേ? അതെ, അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. കാരണം ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഈഗോയാണ്, നിങ്ങളുടെ ഒരു വാശിയാണ്. ഇതിനു പകരം ഒരു മികച്ച ട്രേഡർ ചോദിക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്താണ്? ഇന്ന് ട്രേഡ് ചെയ്യാൻ മാത്രം മൂല്യമുള്ള എന്തെങ്കിലും വിപണിയിലുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ആഹാ, വലിയൊരു വ്യത്യാസമുണ്ട് ആ രണ്ട് ചോദ്യങ്ങളും തമ്മിൽ. അതെ, ആദ്യത്തെ ചോദ്യം നമ്മൾ വിപണിയെ നമ്മുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തേത് വിപണിയുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതാണ്. അതിന് വലിയ രീതിയിലുള്ള ന്യായീകരണവും യുക്തിയും ആവശ്യമാണ്. ശരിയാണ്. ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാതെ വെറുതെ ഇരിക്കാനുള്ള മടുപ്പുകൊണ്ടോ അല്ലെങ്കിൽ അക്ഷമ കൊണ്ടോ മാത്രം ട്രേഡിങ്ങിന് ഇറങ്ങുന്നവർക്ക് എന്ത് സംഭവിക്കും? അതായത് രാവിലെ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാങ്ങിയേ തീരൂ എന്ന് വാശി പിടിക്കുന്നവർ. അവർ വിപണിയിൽ നിന്ന് പണമുണ്ടാക്കുന്നതിനു പകരം സ്വന്തം പോക്കറ്റിലെ പണം കളയുകയാണ് ചെയ്യുന്നത്. അതിനെ വളരെ കൃത്യമായി ഈ സ്രോതസ്സിൽ വിശേഷിപ്പിക്കുന്നത് ട്യൂഷൻ ഫീസ് എന്നാണ്. ട്യൂഷൻ ഫീസ്, അതായത് മാർക്കറ്റിന് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫീസ്. അതെ, വിപണിയിൽ വെറുതെ ഇരിക്കാനുള്ള അക്ഷമ കാരണം ട്രേഡ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം പണം വിപണിക്ക് വെറുതെ ട്യൂഷൻ ഫീസായി കൊടുക്കുകയാണ്. വിപണിയിൽ വ്യക്തമായൊരു ട്രെൻഡില്ലാത്തപ്പോൾ നിങ്ങൾ ഇടപെടുന്നത് ഇരുട്ടിൽ കല്ലെറിയുന്നതിന് തുല്യമാണ്. വെറുതെ കല്ലെറിയുന്നു, കാശു കളയുന്നു. കറക്റ്റ്. അവിടെ നിങ്ങളുടെ പണം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, വിപണിയോടുള്ള നിങ്ങളുടെ ആത്മവിശ്വാസവും കൂടിയാണ്. പഠിക്കാൻ വേണ്ടി പണം കളയുന്നതും അക്ഷമ കാരണം പണം കളയുന്നതും രണ്ടും രണ്ടാണ്. രണ്ടാമത്തേത് തീർത്തും ഒഴിവാക്കേണ്ട ഒന്നാണ്. അപ്പോ അനാവശ്യമായ ട്രേഡുകൾ ഒഴിവാക്കുക എന്നത് ലാഭമുണ്ടാക്കുന്നതിന് തുല്യമാണ് എന്ന് സാരം. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. പ്രവചനവും ക്ഷമയും. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എന്തുകൊണ്ട്? കാരണം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഓഹരി വിപണിയിൽ വിജയിക്കണമെങ്കിൽ ഭാവി പ്രവചിക്കാൻ കഴിയണമെന്നാണ്. എന്നാൽ ഈ സ്രോതസ് പറയുന്നത് നേരെ മറിച്ചാണല്ലോ. തീർച്ചയായും അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ലാഭമുണ്ടാകുന്നത് നിങ്ങൾ ഓഹരി വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അല്ല. പിന്നെപ്പോഴാണ്? മറിച്ച് അത് വാങ്ങിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ്. ചാർട്ടുകൾ എന്നത് വെറും വരകളല്ല, അവൊരു വലിയ കഥ പറയുന്നുണ്ട്. എന്തുതരം കഥ? അതായത് എവിടെയാണ് ആളുകൾ ആവേശഭരിതരാകുന്നത്, എവിടെയാണ് അവർ ഭയപ്പെടുന്നത് എന്നൊക്കെ ആ ചാർട്ടുകളിൽ നിന്ന് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയും.
ഒരു ട്രേഡർ ചെയ്യേണ്ടത് ഭാവി പ്രവചിക്കുകയല്ല, മറിച്ച് വിപണി ഇപ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. വളരെ ശരിയാണ്. അതായത് പ്രവചനം എന്നത് വെറുമൊരു ഈഗോയുടെ കളിയാണ്. ഞാൻ പറഞ്ഞത് ശരിയായി എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു വ്യഗ്രത. അതെ, വെറുമൊരു ഷോ ഓഫ്. എന്നാൽ ക്ഷമ എന്നത് യഥാർത്ഥത്തിൽ പണമുണ്ടാക്കാനുള്ള കളിയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിലും ഇത് സത്യമല്ലേ? നാളത്തെ കാര്യങ്ങൾ പ്രവചിക്കുന്നവനല്ല, മറിച്ച് കൃത്യമായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നവനാണ് എപ്പോഴും വിജയിക്കുന്നത്. തീർച്ചയായും. എനിക്കൊരു സംശയമുണ്ട്. ഒരാൾ വിപണി ഇടിയുകയാണെന്നോ അല്ലെങ്കിൽ ഉയരുകയാണെന്നോ വളരെ ശരിയായി പ്രവചിച്ചു എന്ന് കരുതുക. എന്നിട്ടും അയാൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? അതൊരു മികച്ച ചോദ്യമാണ്. തീർച്ചയായും ഉണ്ട്. അവിടെയാണ് ടൈമിംഗ് അഥവാ സമയത്തിന്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങളുടെ വിശകലനം 100% ശരിയായിരിക്കാം. വിപണി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുകളിലേക്ക് തന്നെ പോകും. പക്ഷേ നിങ്ങൾ വളരെ നേരത്തെ വിപണിയിൽ പ്രവേശിച്ചാൽ അത് പരാജയത്തിന് തുല്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ശരിയാകുന്നതുവരെ വിപണി പലതവണ താഴേക്കും മുകളിലേക്കും സഞ്ചരിച്ചേക്കാം. ആ സമയത്തുണ്ടാകുന്ന ഭയത്തെയും താൽക്കാലിക നഷ്ടങ്ങളെയും അതിജീവിക്കാൻ നിങ്ങളുടെ പക്കൽ ചിലപ്പോൾ മൂലധനം ഉണ്ടാകണമെന്നില്ല. അപ്പൊ കാശ് തീർന്നു പോകും. അതെ, നിങ്ങളുടെ അക്കൗണ്ട് കാലിയായതിനു ശേഷമായിരിക്കും ഒരുപക്ഷേ മാർക്കറ്റ് നിങ്ങൾ പ്രവചിച്ച ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങുക. അപ്പോൾ ശരിയായിട്ടും കാര്യമില്ലാതെ വരും. അത് വളരെ വിറനാനമായ ഒരു അറിവാണ്. ശരിയാണെങ്കിൽ നേരത്തെ ആകുന്നത് തെറ്റിന് തുല്യമാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആളുകൾ ഒരു സ്റ്റോക്കിന്റെ ഏറ്റവും താഴെത്തട്ടിൽ തന്നെ വാങ്ങാനും ഏറ്റവും ഉയർന്ന വിലയിൽ തന്നെ വിൽക്കാനും ശ്രമിക്കുന്നത്. അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇതിനെ ഒരു വീരശൂര പരാക്രമം പോലെയാണ് അവർ കാണുന്നത്. ഈ ട്രാൻസ്ക്രിപ്റ്റും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ ശീലം എത്രത്തോളം പ്രായോഗികമാണ്? അത് വെറുമൊരു മിഥ്യയാണ്, അല്ലെങ്കിൽ ഒരു വാനിറ്റിയാണ് നമുക്ക് പറയാം. വെറും അഹങ്കാരം. ഒരു ട്രെൻഡിന്റെ ഏറ്റവും താഴെ വാങ്ങുകയോ ഏറ്റവും മുകളിൽ വിൽക്കുകയോ ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഭാഗ്യം മാത്രമാണ്. അപ്പോ യഥാർത്ഥ പണം എവിടെയാണുള്ളത്? യഥാർത്ഥ പണം കിടക്കുന്നത് ഒരു മാറ്റത്തിന്റെ മധ്യഭാഗത്താണ്. വിപണി ഒരു ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്നുറപ്പാക്കിയ ശേഷം മാത്രം അതിലേക്ക് പ്രവേശിക്കുക. ആ ട്രെൻഡ് അവസാനിക്കാറായി എന്ന് സൂചന ലഭിക്കുമ്പോൾ പുറത്തു കടക്കുക. അല്ലാതെ ഏറ്റവും താഴെ പോയി പിടിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അരുത്. അങ്ങനെ ചെയ്യുന്നത് വീഴുന്ന കത്തിപിടിക്കുന്നതിന് തുല്യമാണ്. കൈപ്പൊള്ളുകയുള്ളൂ. വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ക്ഷമയെക്കുറിച്ചും ടൈമിങ്ങിനെക്കുറിച്ചും പറഞ്ഞു. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്: നിങ്ങളുടെ പണം. ഓക്കെ. മൂലധനം. ഒരു പോരാളിയുടെ ആയുധം എന്ന വിഷയമാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഈ സ്രോതസ്സിൽ വളരെ ശാന്തമായി എന്നാൽ വളരെ ശക്തമായി പറയുന്നൊരു ഉപമയുണ്ട്. മൂലധനമില്ലാത്തൊരു ട്രേഡർ തോക്കിൽ തിരകളില്ലാത്തൊരു സൈനികനെ പോലെയാണ് എന്ന്. എനിക്ക് തോന്നുന്നു ഇത് ഓരോരുത്തരും മനസ്സിൽ ഫ്രെയിം ചെയ്തു വെക്കേണ്ട ഒരു വാചകമാണ്. അതിൽ സംശയമില്ല. എത്ര ധൈര്യമുണ്ടെങ്കിലും എന്തു വലിയ തന്ത്രമുണ്ടെങ്കിലും വിഭവങ്ങൾ, അതായത് മൂലധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ശരിയാണ്. ഒരു വേട്ടക്കാരൻ കാട്ടിലെ ഓരോ അനക്കം കേൾക്കുമ്പോഴും വെടിയുതിർത്താൽ എന്താ സംഭവിക്കുക? യഥാർത്ഥ ഇര മുന്നിൽ വരുമ്പോൾ അയാളുടെ തോക്കിൽ വെടിയുണ്ടകൾ ഉണ്ടാകില്ല. നിങ്ങളുടെ കൈവശം പണമായി തന്നെ സൂക്ഷിക്കുന്നത് വെറുതെ ഇരിക്കലല്ല. സാങ്കേതികമായി പറഞ്ഞാൽ ക്യാഷ് ഇസ് എ പൊസിഷൻ. അതായത് വിപണിയിലൊരു ഓഹരിയും വാങ്ങാതെ മാറി നിൽക്കുന്നത് തന്നെ ഒരു സജീവമായ പൊസിഷനാണ്. അത് യഥാർത്ഥ അവസരം വരുമ്പോൾ പ്രയോഗിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇത് കേൾക്കുന്ന നിങ്ങളോട്, അതെ ശ്രോതാക്കളോട്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രം ഒരു മോശം തീരുമാനമെടുത്തിട്ടുണ്ടോ? പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധം കൊണ്ട് മാത്രം ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടുണ്ടോ? ഈ ട്രാൻസ്ക്രിപ്റ്റ് പറയുന്നത് അത്തരം നിർബന്ധിത ട്രേഡുകൾ നിങ്ങളുടെ പണം മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് എന്നാണ്. അതെ, കൃത്യമായ ലക്ഷ്യമില്ലാതെ വെറും ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഇവിടെ ഈ ഉറവിടത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു അപകടമുണ്ട്: ഏകദേശം എന്ന വാക്ക്. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഈ ഏകദേശം എന്ന വാക്ക് വിപണിയിൽ വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു അവസരം ഏകദേശം നിങ്ങളുടെ പ്ലാനുമായി യോജിക്കുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും അതിലേക്ക് എടുത്തു ചാടരുത്. ഏകദേശം ശരിയാണെങ്കിൽ പോരെന്നാണോ? പോരാ. ഒന്നുകിൽ അത് നിങ്ങളുടെ നിബന്ധനകൾ 100% പാലിക്കണം,
അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. ആ ഏകദേശം എന്ന തോന്നൽ പലപ്പോഴും നമ്മളെ വലിയ നഷ്ടങ്ങളിലേക്കാണ് നയിക്കുക. നിങ്ങളുടെ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കാൻ വിപണി പൂർണ്ണമായി അനുകൂലമാകുന്നത് വരെ നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ വിപണിയിലേക്ക് ഇറങ്ങേണ്ടത്? അതിനെയാണ് ഈ പഠനത്തിൽ മാർക്കറ്റിന്റെ ക്ഷണം അഥവാ ദ ഇൻവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. വിപണി നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നൊരു സമയമുണ്ട് എന്ന് ലിവർമോർ പറയുന്നു. അതെ. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? ഇത് കേൾക്കുമ്പോൾ വളരെ കാവ്യാത്മകമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ ലോജിക്കുണ്ടല്ലോ. വിപണിയുടെ ആ ക്ഷണം വളരെ വ്യക്തമായിരിക്കും. അവിടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. ഉദാഹരണത്തിന്, ഒരു സ്റ്റോക്കിന്റെ വോളിയം അസാധാരണമായി കൂടുമ്പോൾ, കൃത്യമായ ബ്രേക്കൌട്ടുകൾ നടക്കുമ്പോൾ, അതുപോലെ തന്നെ റിസ്ക് വളരെ കുറവാണെന്ന് നിങ്ങളുടെ വിശകലനത്തിൽ ഉറപ്പാകുമ്പോൾ മാത്രം പ്രവേശിക്കുക. അതൊരു സിഗ്നൽ പോലെയാണല്ലേ? അതെ, അത് വളരെ ശാന്തവും വ്യക്തവുമായ ഒരു തീരുമാനമായിരിക്കും. അവിടെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുകയോ നിങ്ങൾക്ക് അമിതമായ ഭയം തോന്നുകയോ ചെയ്യില്ല. കാരണം വിപണി തന്നെയാണ് ആ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്നത്. ആ ക്ഷണം ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക എന്നതാണ് അച്ചടക്കം. എന്നാൽ ഇതിന്റെ നേർവിപരീതമായൊരവസ്ഥയുണ്ടല്ലോ. അതിനെ പിന്തുടരൽ അല്ലെങ്കിൽ ചേസിംഗ് എന്ന് വിളിക്കാം. ഒരു സ്റ്റോക്ക് പെട്ടെന്ന് കുതിച്ചുയർന്നത് കാണുമ്പോൾ എങ്ങാനും അവസരം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ആളുകൾ അതിന് പിന്നാലെ പായുന്നു. ഭയങ്കര സാധാരണമായൊരു കാര്യമാണത്. ഇതിനെ നമ്മൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതായത് FOMO എന്ന് പറയും. ഈ ഭയം കാരണമാണ് പലരും വിപണിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. ശരിക്കും ഇതൊരു തരം ചൂതാട്ട മനോഭാവമല്ലേ? കൃത്യമായി പറഞ്ഞു. ഒരു ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണിത്. പിന്തുടരല് എപ്പോഴും അപകടമാണ്. അവിടെ നമ്മൾ യുക്തിയല്ല ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ, അവിടെ നമ്മൾ യുക്തിയല്ല, മറിച്ച് പ്രതീക്ഷയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതീക്ഷകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ട്രേഡിംഗിൽ പ്രതീക്ഷയ്ക്കല്ല, കൃത്യമായ തന്ത്രങ്ങൾക്കാണ് സ്ഥാനം. ആരെങ്കിലും ഓടുന്നത് കണ്ട് നമ്മളും ഓടാൻ തുടങ്ങിയാൽ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ മറന്നുപോകും. അതൊരു മികച്ച പോയിന്റാണ്. ഈ സ്രോതസ്സിൽ എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഏതൊരു ട്രേഡ് തുടങ്ങുന്നതിന് മുൻപും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം: എവിടെയാണ് എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്? നമ്മൾ മനുഷ്യരെപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണെന്നാണ്. അപ്പോൾ എന്തിനാണ് ഈ ചോദ്യം മനഃപൂർവ്വം ചോദിക്കുന്നത്? കാരണം വിപണിയിലെ ഒന്നും 100% ഉറപ്പില്ല. നിങ്ങളൊരു ട്രേഡിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് ഏത് ലെവലിലെത്തിയാൽ നിങ്ങളുടെ വിശകലനം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കണം. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് വിളിക്കുന്നതല്ലേ? അതെ, സാങ്കേതികമായി സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. എനിക്കെവിടെയാണ് തെറ്റിയത് എന്നതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ ആ ട്രേഡിൽ പ്രവേശിക്കാൻ പാടില്ല. തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഈഗോ ഉള്ള ഒരാൾക്ക് വിപണിയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ്. അതുപോലെ തന്നെ വലിപ്പം നിർണ്ണയിക്കൽ അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ്ങും പ്രധാനമാണല്ലോ. നിങ്ങളുടെ കൈവശമുള്ള പണം മുഴുവൻ ഒറ്റയടിക്ക് ഇറക്കാതെ പരിശോധിക്കുന്ന ആ രീതി, ഇതൊരു തരം സുരക്ഷാ വലയം പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? അതെ, ഇതൊരു തരം ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കൊരു അവസരം കണ്ടാൽ ആദ്യം ചെറിയൊരു തുക മാത്രം ഇറക്കി പരിശോധിക്കുക. എന്നിട്ടത് വർക്കാവുകയാണെങ്കിൽ? അതെ, വിപണി നിങ്ങളുടെ തീരുമാനത്തെ ശരിവയ്ക്കുകയും അത് നിങ്ങൾക്ക് ലാഭം തരികയും ചെയ്യുകയാണെങ്കിൽ മാത്രം കൂടുതൽ പണമിറക്കുക. ഇത് പ്രവചനമല്ല, വിപണിയുമായുള്ള ഒരു തരം സഹകരണമാണ്. വിപണി പച്ചക്കൊടി കാണിച്ചാൽ മാത്രം മുന്നോട്ടു പോവുക. ഒറ്റയടിക്ക് എല്ലാ മൂലധനവും അപകടത്തിലാക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. വളരെ മികച്ച രീതിയിലാണ് നമ്മൾ ഈ സ്രോതസ്സിലൂടെ കടന്നുപോയത്. ഇന്നത്തെ ഈ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ പറയാം. വിപണിയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല വിജയം. അതെ, തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, അവസരത്തിനുവേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ, യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാനുമുള്ള അച്ചടക്കം എന്നിവയാണ് യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കുന്നത്. മൂലധനം സംരക്ഷിക്കുക, വിപണി ക്ഷണിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുക. ഇതാണ് ജെസ്സി ലിവർമോറിന്റെ തന്ത്രങ്ങളുടെ കാതൽ. തീർച്ചയായും. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെ ഇന്ന് തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ വിപണിയിലെ മാറ്റങ്ങളോട് കൃത്യമായും ശാന്തമായും പ്രതികരിക്കുകയാണോ, അതോ നിങ്ങളുടെ സ്വന്തം അക്ഷമ കാരണം തെറ്റായ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടുകയാണോ? ഈ അറിവ് നിങ്ങൾക്ക് വലിയ വ്യക്തത നൽകാൻ സഹായിക്കും. വിപണിയിലെ നിങ്ങളുടെ സമീപനം എന്താണെന്ന് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന ചിന്ത മാറ്റിവെക്കാൻ തയ്യാറാകണം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശകലനം ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഒരു നിമിഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പുതിയ ചിന്ത കൂടി ഞാൻ ഇട്ടുകൊടുക്കാം. തീർച്ചയായും. ഈ ഒരു തന്ത്രമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ തന്ത്രപരമായ നിഷ്ക്രിയത്വം നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലോ ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? വാവ്, അതൊരു പുതിയ ചിന്തയാണ്. അതെ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളോടും ഉടനടി ദേഷ്യപ്പെട്ടോ ആവേശത്തിലോ പ്രതികരിക്കാതെ വികാരങ്ങളടങ്ങി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ കുറച്ചു സമയം കാത്തിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റും? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണത്. ഒരുപക്ഷെ ഓഹരി വിപണിയിലെ ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിച്ചേക്കാം. ഈ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ പഠനയാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കായി മറ്റൊരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ചിന്തിക്കുക, കാത്തിരിക്കുക, കൃത്യമായ സമയത്ത് മാത്രം പ്രവർത്തിക്കുക. നന്ദി.